സൂറത്തുൽ കഹ്ഫിൽ മതിൽ പൊളിഞ്ഞു വീണപ്പോൾ ആ മതിൽ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിദ്ർ നബിൻ്റെ ഒരു രസകരമായ ഒരു ചരിത്രം വരാനുണ്ട് വഴി ഇൻഷാ അല്ലാഹ്. ഖിദ്ർ നബി അലൈഹിസ്സലാം ആ മതിൽ നന്നാക്കി എടുക്കുന്നു. ഒരു ഫീസും അതിന് ഈടാക്കിയില്ല. അപ്പോൾ മൂസാ നബി ചോദിക്കുന്നു, എന്തിനാ ഖിദ്ർ നബിയെ ഒരു പച്ചവെള്ളം പോലും തരാത്ത ഈ നാട്ടുകാർക്ക് എന്തിനാ ഒരു ഫ്രീ സർവീസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാശും വാങ്ങിച്ചിട്ട് നമുക്ക് ആ ഭക്ഷണം വാങ്ങിച്ച് തിന്നൂടെ? നമ്മൾ പട്ടിണി കിടക്കല്ലേ ഈ നാട്ടിൽ. ലത്തഖദ്ത അലൈഹി അജ്റ. അപ്പോൾ തന്നെ ഖിദ്ർ നബി മൂസാ അലൈഹിസ്സലാം, നമ്മുടെ കരാർ ഇവിടെ പൊളിയുകയാണ്, നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കരുതെന്നാണ് നമ്മുടെ തമ്മിലുള്ള ഡിമാൻഡ്. നിങ്ങളത് ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് നമ്മൾ പിരിയാണ്. ഹാദാ ഫിറാഖു ബൈനി വബൈൻ. എന്നിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കും എന്തിനാണ് ഞാൻ ആ മതിൽ നിവർത്തി വെച്ചത്. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. മതിൽ ഞാൻ നിവർത്തി വെക്കാൻ കാരണം എന്തേ? ആ മതിലിൻ്റെ താഴെ യതീമുകളായ 2 കുട്ടികളുടെ സമ്പത്ത് അവരുടെ വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മതിലിങ്ങനെ പൊളിഞ്ഞു കിടന്ന നാട്ടുകാരത് കണ്ടാൽ അവരത് എടുത്തു കൊണ്ടുപോകും. അപ്പൊ ഈ മക്കൾക്ക് കിട്ടൂല. അത് അവർക്ക് കിട്ടണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. എന്തേ കാരണം? അതാണ് നമ്മുടെ വിഷയം. വകാന അബൂഹുമാ, എന്തായാലും ബാക്കി വകാന അബൂഹുമാ സ്വാലിഹാ. ഇവരുടെ വാപ്പ എത്രാമത്തെ വാപ്പ എന്നറിയോ? 7ാമത്തെ വാപ്പ, 7ാമത്തെ വല്യാപ്പ. അങ്ങനെയാണ് ജദ്ദുഹുമസ്സാബിഅ, നമ്മുടെ തഫ്സീറിൽ കാണാൻ കഴിയും. അവിടെ 7ാമത്തെ വാപ്പ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ആ വല്ലിപ്പയുടെ പേരക്കുട്ടികളായി വന്ന 7ാം തലമുറയാണിത്. ആ വല്ലിപ്പയുടെ ഗുണം ഈ മക്കൾക്ക് ലഭിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. വകാന അബൂഹുമാ സ്വാലിഹ്, പഴയ പോലെ തന്നെ ആയിക്കോട്ടെ. വകാന അബൂഹുമാ സ്വാലിഹ وأما الجدار فكانت لغلامين يتيمين في المدينة. ഇതിന്റെ അത്ഭുതം, ആ 2 കുട്ടികൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുഫിളാ ബിസ്വലാഹി അബീഹിമാ, വാപ്പ നന്നായതിന്റെ പേരിൽ ഈ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടാതെ കിട്ടി. വലം യുദ്കർ അൻഹുമാ സ്വലാഹ, ഈ യതീം കുട്ടികൾ നല്ല മക്കളായിരുന്നു എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല. ആയിരിക്കാം, അല്ലായിരിക്കാം. ആ മക്കൾ നല്ല മക്കളാണ്, അതുകൊണ്ട് ആ സമ്പത്ത് കിട്ടണം എന്ന് പറയേണ്ട ഒരു സ്ഥലമാണത്. പക്ഷെ അള്ളാഹു പറഞ്ഞത് മക്കളെ കുറിച്ചല്ല. അവർ നല്ലവരോ ഗുരുത്തക്കേടോ ഒന്നും അറിയില്ല. അങ്ങനെയാണ്. വകാന അബൂഹുമാ സ്വാലിഹ. 7 തലമുറകളിലേക്ക് ഒരു മനുഷ്യന്റെ നന്മയുടെ വേവ്സ്, അതിൻ്റെ അലയൊലികൾ കിട്ടുമെന്നാണ്. അതിൻ്റെ തിരമാല 7 തലമുറയിലേക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ സർവ്വ മനുഷ്യർക്കും നന്മ വേണം. എല്ലാവരും പറയുന്നതാ, ദിസ് പ്ലേസ് ഹാസ് ടു ബി എ ബെറ്റർ പ്ലേസ് ടു ലീവ്, അല്ലേ? ഒരു നല്ല സ്ഥലമായിരിക്കണം, ജീവിക്കാൻ പറ്റുന്ന നാടായിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണെന്നറിയോ? വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിനെ വിശ്വസിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ജീവിച്ച് മരിച്ചു പോവുക. 7 തലമുറകൾക്ക് ഇവിടെ സംരക്ഷണം ഉണ്ടാവും. 7 തലമുറകൾക്ക്. വകാന അബൂഹുമാ സ്വാലിഹ. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും അറിയപ്പെടുന്ന മഹാനായ നേതാവ് മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നല്ലാഹ യഹ്ഫദു ബിസ്വലാഹിൽ അബ്ദി വലദഹു. ഒരാൾ നന്നായാൽ ആ ആള് കാരണം അള്ളാഹു അവരുടെ മക്കളെയും വവലദ വലദിഹി, അവരുടെ മക്കളുടെ മക്കളെയും വഇശ്റതഹു, അവരുടെ ബന്ധുക്കളെയും വഅശീറതഹു, എല്ലാ കുടുംബക്കാരെയും വഅഹ്ല ദുവൈരിയാത്തിൻ ഹൗലഹു, ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെയും അള്ളാഹു സംരക്ഷിക്കും. ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ഒരു മഹല്ലിനെ അള്ളാഹു സംരക്ഷിക്കുന്നതായി. ആ മനുഷ്യൻ അവർക്കിടയിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു നാടിന് അല്ലാഹു സംരക്ഷണം കൊടുക്കും. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത സംഗതിയാണ്. ആരാണ് നല്ല മനുഷ്യൻ എന്ന് പോലും നമുക്കറിഞ്ഞോളുന്നില്ല, പക്ഷെ അള്ളാഹുവിനറിയാം.
അതുകൊണ്ട് ഒരു ഉമ്മത്തിന്, ഒരു നാടിന്, ഒരു സമൂഹത്തിന് ഒരു വലിയ നന്മ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂനൂ മിനസ് സ്വാലിഹീൻ, നിങ്ങൾ സജ്ജനങ്ങളിൽ പെടണമേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലാഹ യുഖ്ലിഫുൽ അബ്ദൽ മുഅ്മിന ഫീ വലദിഹി 80 ആമ എന്ന് അല്ലാമ കഅബ് തങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവരുടെ മക്കളെ 80 കൊല്ലം അല്ലാഹു സംരക്ഷിക്കും. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരണമെങ്കിൽ ആ സംരക്ഷണം റബ്ബ് എടുത്തു കളയണമെങ്കിൽ 80 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാ. അത്രയും വലിയ മഹത്വം. അതുകൊണ്ടാണ് നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പട്ടിണി ഉണ്ടെങ്കിൽ പോലും പഴയ കാലത്തെ പട്ടിണി ഇല്ലല്ലോ എന്തായാലും, അല്ലേ? ഇപ്പോൾ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ ഷവർമ കിട്ടണില്ല, ബർഗർ തിന്നാൻ പറ്റണില്ല, ഇതൊക്കെ ഇപ്പോഴത്തെ പട്ടിണി. പണ്ടതല്ല, കഞ്ഞിവെള്ളം കിട്ടൂല, അരിയുള്ള വറ്റുള്ള ഒരു കഞ്ഞി കിട്ടൂല, അല്ലേ? സേനാവജിക്ക് അങ്ങനെയല്ലേ പഴയ കാലത്തൊക്കെ? പിന്നെ ചക്കയും മാങ്ങയും കിട്ടി വയറച്ച് തിന്നെ, അല്ലേ? ചോറ് തിന്നാൻ കിട്ടൂല, വളരെ കുറഞ്ഞ വീട്ടുകാർക്കേ ഉണ്ടാവുള്ളൂ അരിയും കഞ്ഞിയും ചോറൊക്കെ. ആ വീട്ടിൽ അവർ കുടിച്ചതിൻ്റെ ബാക്കി കഞ്ഞിവെള്ളം കുടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അന്നൊക്കെ ദാരിദ്ര്യമുണ്ട്. ഇന്നൊന്നും അതൊന്നുമില്ല. മക്കൾക്ക് വേണ്ടാത്ത അതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട. കുട്ടികൾക്ക് പറ്റിയ ഭക്ഷണമില്ലാത്ത കുഴപ്പമാണ്. എന്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഒന്നും പറ്റണില്ല. നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിച്ചത്, നമ്മളെ റബ്ബ് സംരക്ഷിച്ചത് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയുടെ നന്മയാണ്. അവർ ചെയ്ത ദുആകളും അവരുടെ ഇബാദത്തും അവരുടെ സൂക്ഷ്മതയും അവർ ചെയ്ത ദിക്റും അവർ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഇബാദത്തുകളും അത് കാരണമാണ് അള്ളാഹു നമ്മളെ ഇപ്പം സംരക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ വാപ്പമാരുടെ ഗുണം കൊണ്ടായിരിക്കണം. അങ്ങനെയാണ് അർത്ഥത്തെ മഹാനായ കഅബ് തങ്ങൾ പറയുന്നത്. ഇന്നല്ലാഹ, ഹബീബ നബിയുടെ ഹദീസുണ്ട്, ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അൻ മിഅതി അഹ്ലി ബൈത്തിൻ മിൻ ജീറാനിഹി അൽ ബലാ. ഒരു മുഅ്മിനായ മനുഷ്യൻ, സ്വാലിഹായ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വീട്ടിൽ ജീവിച്ചിരുന്നാൽ ആ വീടിൻ്റെ ചുറ്റുമുള്ള 100 വീട്ടുകാർക്ക് കടുത്ത പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി അവരുടെ അൽ മുഅ്ജമുൽ ഔസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. 100 വീട്ടുകാർ ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും. ഒരു നല്ല മനുഷ്യൻ ആ മഹല്ലിലുണ്ടോ, ചുറ്റുവട്ടം 100 വീട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നില്ലാത്ത വിഷയം അതാണ്. റഅയ്തു സ്വലാഹൽ മർഇ യുസ്ലിഹു അഹ്ലഹു വയുഅദീഹി മുദാഉൽ ഫസാദി ഇദാ ഫസദ് വയശ്റൂഫു ഫിദ്ദുനിയാ ബിഫദ്ലി സ്വലാഹിഹി വയുഹ്ഫാദു ബഅദൽ മൗതി ഫിൽ അഹ്ലി വൽ വലദ്. സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ നന്മയാൽ നാടിൽ ഫസാദുണ്ടാവില്ല. ദുന്യാവിൽ അവരുടെ നന്മയാൽ അവർ മരിച്ചുപോയതിന് ശേഷവും അവരുടെ മക്കളിലും കുടുംബത്തിലും അള്ളാഹു സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സംബന്ധിച്ച് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, യഖൂലുല്ലാഹ്, അള്ളാഹു പറയുന്നുണ്ട്, ഇത്തഖൂ ഗളബി, എൻ്റെ ദേഷ്യം നിങ്ങൾ ഭയപ്പെടണമേ. ഫഇന്ന ഗളബി യുദ്രികു ഇലാ സലാസതി ആബാ, 3 വാപ്പമാരിലേക്ക് എൻ്റെ ദേഷ്യം പോയേക്കാം. അതിൻ്റെ അലയൊലികൾ അവസാനിക്കൂല, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കട്ടെ. وأحبوا رضائي فإن رضائي يدرك في الأمة. എൻ്റെ റിളാ നിങ്ങൾ ഇഷ്ടപ്പെടണം, ഞാൻ തൃപ്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഞാൻ തൃപ്തിപ്പെട്ടാൽ ആ തൃപ്തി ഉമ്മത്തിന് തന്നെ ഉപകാരപ്പെടും. യാ അല്ലാഹ്, ഇന്നി ഇദാ ഉത്ഇതു റദീത്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മനുഷ്യർ എൻ്റെ സൃഷ്ടികൾ അനുസരിച്ചാൽ റദീതു, ഞാൻ തൃപ്തിപ്പെടും. ഇദാ റദീതു ബാറക്ത്, ഞാൻ തൃപ്തിപ്പെട്ടാൽ ഞാൻ ബറക്കത്ത് കൊടുക്കും. വലൈസ ലി ബറകതി നാഹിബ്, എൻ്റെ ബറക്കത്ത് എടുത്തു കളയാൻ ആരെക്കൊണ്ടും കഴിയില്ല. വഇദാ ഉസീതു, ഇവിടെ കള്ളുടിക്കേ, വ്യഭിചരിക്കേ, മയക്കുമരുന്നടിക്കേ, നിങ്ങൾ വിചാരിക്കും ആരും അറിയില്ല. അള്ളാഹു അത് നിങ്ങളുടെ പരിസരങ്ങളിൽ അതിൻ്റെ ദുർഗന്ധം എത്തിക്കുമെന്നാണ്. സജ്ജനങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എന്നെ അനുസരിക്കാതിരുന്നാൽ ഗളിബ്തു,
ഞാൻ ദേഷ്യപ്പെടും. വഇദാ ഗളിബ്തു ലഅൻതു, ഞാൻ ദേഷ്യപ്പെട്ടാൽ ഞാൻ ശപിക്കും. വലഅനതി തബ്ലുഗു സാബിഅ മിനൽ വലദ്, ആ ശാപത്തിന്റെ ഫലം നിങ്ങളുടെ 7 തലമുറയിലേക്ക് പോലും നിങ്ങൾക്ക് കാണേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുൽമ ചെയ്യാന്ന് പറഞ്ഞാൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ദുൽമ. ഇന്ന ശിർക ലദുൽമുൻ അദീം. അതുകൊണ്ടാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബായ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ 60 കൊല്ലം ഇമാമിന്റെ പിന്നിൽ ആദ്യത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ഇമാം ചൊല്ലുമ്പോൾ ഞാൻ ഇമാമിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്ന് ഹബീബായ നബിയുടെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ, ഏതെങ്കിലും നാട്ടിലെ പള്ളിയിലല്ല, മസ്ജിദുൻ നബവിയിൽ 60 കൊല്ലം ഇമാമിന്റെ പിന്നിൽ, ചില റിവായത്തിൽ 40 കൊല്ലം, ഒരു നിസ്കാരം പോലും വിട്ടുപോകാതെ ഇമാമിന്റെ പിന്നിൽ 1-ാം തക്ബീറിന് ഹാജരായ മഹാനാണ് ഫുഖഹാ ഉസ്സബ്അ, 7 മഹാന്മാരായ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന മദീന കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ആലിമാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ പറയാൻ, ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ വിത്ർ നിസ്കരിക്കുകയാണ്, ഖിയാമുൽ ലൈലാണ്, തഹജ്ജുദ് നിസ്കാരമാണ്, സങ്കല്പിച്ചോളൂ. വെറുതെ മുത്ലഖായ സുന്നത്ത്, ആ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഇന്നി ഉസല്ലി ഫഅദ്കുറു വലദീ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മ വരും. ഫഅസീദു ഫീ സ്വലാത്തി, എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കും, വീണ്ടും നിസ്കരിക്കും കഴിയുന്നത്ര. എന്തിനെന്നറിയോ? എൻ്റെ ഈ നിസ്കാരം എൻ്റെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട്, എൻ്റെ മക്കൾക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ സഈദ് ബിൻ മുസയ്യിബ്, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ പെടുന്ന മഹാനാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരെ കണ്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക. ഫർള് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് ഓടണ്ട, അവിടെ ഇരിക്കുക, കുറച്ച് തസ്ബീഹ് ചൊല്ല, ദിക്ർ ചൊല്ല, ഇമാമ് ദ്വാരക്കുണ്ടോ ആ ദ്വായിലെങ്കിലും കൂടുക, 2 പേജെങ്കിലും 1 ജുസ് എങ്കിലും ഏതാനും വരികളെങ്കിലും ഖുർആൻ ഓതുക. ഭയങ്കര മനസ്സമാധാനമായിരിക്കും. നമ്മൾ പള്ളിയിൽ നിന്നുണ്ടല്ലോ എഴുന്നേറ്റ് ഓടുന്നത്, സമാധാനം കിട്ടാനാണെങ്കിൽ അവിടെ ഇരിക്കുക വേണ്ടത്. പുറത്തിറങ്ങിയിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അകത്തിരുന്നിട്ട് കുറച്ച് നേരം സലാം വീട്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ആലോചിച്ചൊരു വലിയൊരു മീറ്റിംഗ്, നിങ്ങളിപ്പോൾ ഒരു മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞങ്ങൾ ആ ടൈം കഴിഞ്ഞ് മുമ്പ് മീറ്റിംഗ് ക്ലോസ് ചെയ്താൽ ഉടനെ ചാടിയുടെ ഓടിപ്പോവുക ചെയ്യുക. കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിൽക്കൂലേ, ഒരു ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ, വേറൊരാളും കൂടെ പരിചയപ്പെടട്ടെ. അവിടെ ചുറ്റിപ്പറ്റി ഒരു 10 മിനിറ്റ് നിന്നിട്ടല്ലേ ഇറങ്ങി പോരുള്ളൂ. അല്ല അവിടെ നിന്ന് ഉടനെ തന്നെ വണ്ടി കയറി ബൈക്കെടുത്ത് തന്നെ ഓടിപ്പോലെ. അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു മുനാജാത്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ഇറങ്ങി ഓടുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. അത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ഈ ചെയ്യുന്നത്? വെറുതെ ഒരു ഫിസിക്കൽ എക്സസൈസ് പോലെ ചെയ്തിട്ടല്ലേ? അതിൻ്റെ ഒരു ആത്മീയത, അതിൻ്റെ ഒരു സ്പിരിച്വൽ റെൽം അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവിടെ ഇരിക്കുക, മനസ്സിന് സമാധാനം അള്ളാഹു ഇറക്കിത്തരും, ഖൽബിനൊരു കുളിർമ വരും, അത് കിട്ടിയിട്ട് എഴുന്നേറ്റ് പോരുക. സമാധാനം അള്ളാഹു തരാൻ വിചാരിച്ച് നമ്മുടെ മുസല്ലകളിലാണ്, നമ്മൾ നിസ്കരിക്കുന്നിടത്താണ്, നമ്മുടെ നിസ്കാരപ്പായയിലാണ് അള്ളാഹു സമാധാനം ഇറക്കി തരാന്ന് പറഞ്ഞത്. നമ്മുടെ നിസ്കാരപ്പായില, ഷോപ്പിംഗ് മാളിലല്ല. സമാധാനം റബ്ബ് തന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വുദൂഎടുത്ത് നിസ്കരിക്കുന്നിടത്താണ്. എവിടെയല്ല, ഏതെങ്കിലും വല്ല എന്റർടൈൻമെന്റ് നടക്കുന്നിടത്തല്ല. സമാധാനം വിധിക്കരില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഇത് നൽകുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ സജ്ജനങ്ങളാകുന്നതോടുകൂടെ അവരുടെ 7 തലമുറകളിലേക്ക് നന്മകൾ ലഭിക്കുമെന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന കറാമത്താണ് എന്ന് മനസ്സിലാക്കണം. എന്തല്ല, അള്ളാഹു നിർബന്ധമായ വിഷയമല്ല. ഈ ഹദീസിനെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിലൊന്ന് പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഹ്മതി വസിഅത് കുല്ല ശൈഇ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. നമ്മൾ നന്നായാൽ, നമ്മൾ കാരണം ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കൾക്ക് 7 തലമുറകളിലേക്ക് അള്ളാഹു അതിൻ്റെ നന്മ കൊടുക്കും എന്ന് പറഞ്ഞത് അള്ളാഹു ചില സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന കറാമത്താണ്, അള്ളാഹു നൽകുന്ന ബഹുമാനമാണ്, ആദരവാണ്. എന്ന് വെച്ചാൽ
വാപ്പ നന്നായി മക്കൾ മോശാവൂല എന്നതിനർത്ഥമുണ്ടോ? അർത്ഥമല്ല. അള്ളാഹ് നൽകുന്നൊരു ബഹുമാനമാണ്. ആ കറാമത്തിന് പകരം ഒരുപക്ഷെ അള്ളാഹു അവിടെ ഒരു പരീക്ഷണം കൊടുത്തേക്കും. വാപ്പ നല്ല മനുഷ്യനാ, മകൻ കള്ളുകൂടിയനാ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കൂലേ? വാപ്പ നല്ല നിസ്കാരമാണ്, ഉമ്മ നല്ല നിസ്കരിക്കുന്ന ഉമ്മയാണ്, പക്ഷെ മക്കൾ നിസ്കരിക്കൂല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കോ? സംഭവിക്കും. وأنه سبحانه هو الفاعل الحقيقي المتفضل بحفظ الولد وإصلاحه وقد لا يكرم بعض الصالحين بهذه الكرامة إشارة إلى أنه لا يجب على الله شيء. ഈ ഹദീസിനെ വിശദീകരിക്കുക ഹദീസ് പണ്ഡിതന്മാർ. وقد لا يكرم بعض الصالحين بهذه الكرامة. ചില സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു ഈ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കാം. എങ്ങനെ? ആള് നല്ല മനുഷ്യനാ, പക്ഷെ മക്കളിലോ തലമുറയിലോ അതിൻ്റെ ഖൈർ കാണുന്നില്ല. അങ്ങനെ സംഭവിക്കാം. എന്തിന്? ഇശാറത്തൻ ഇലാ അന്നഹു ലാ യജിബു അലല്ലാഹി തആല ശൈ. അല്ലാഹ്ക്ക് ഒന്നും നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കാൻ അല്ലാഹ് ചെയ്യും. ഇങ്ങനെ സ്വാലിഹായാൽ മക്കളെ നിർബന്ധമായും അല്ലാഹ് സംരക്ഷിക്കുമെന്നുണ്ടോ? അല്ലാഹ്ക്ക് നിർബന്ധമുണ്ടോ? എന്തും ഇല്ല. അള്ളാഹുവിൻ്റെ അത് നിർബന്ധമുള്ള വിഷയമല്ല. അള്ളാഹിൻ്റെ സൃഷ്ടികളല്ലേ നമ്മളൊക്കെ. അള്ളാഹു ഇഷ്ടമുള്ള വിധത്തിൽ അള്ളാഹു നമ്മളിൽ ഇടപെടാം. അള്ളാഹുവിനെ ഇടപെടുത്താൻ റബ്ബിന് അധികാരമുണ്ട്, റബ്ബിന് പറ്റും ചെയ്യും. അതുമാത്രമല്ല, മക്കൾ നന്നാവുന്നത് വാപ്പ നന്നായതിൻ്റെ പേരിൽ മക്കൾ നന്നായി എന്ന് പറയാതിരിക്കാനും, മക്കളെ നന്നാക്കുന്നത് ആ സ്വലാഹ് നൽകുന്നത് അള്ളാഹുവാണ്. وأنه سبحانه هو الفاعل الحقيقي المتفضل بحفظ الولد وإصلاحه. മക്കളെ സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്, റബ്ബ് തആലയാണ്. അല്ലാഹു റബ്ബ് തആലയാണ് മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു നൽകുന്ന തൗഫീഖാണത്, റബ്ബിൻ്റെ ഇടപെടലാണ്. എന്തല്ല, വാപ്പ ചെയ്തതല്ല, അത് വാപ്പ ചെയ്തതല്ല, അല്ലാഹ് ചെയ്തതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും അല്ലാഹു ചില വാപ്പമാർക്കെങ്കിലും അവരുടെ മക്കളിലൂടെ പരീക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്.